ജർമ്മനിയിലേക്ക് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജും പഠിച്ച് പ്രോസസിംഗ് വർക്കുകളൊക്കെ തുടങ്ങി വിസയൊക്കെ അടിച്ച് സെറ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണോ? അതല്ലെങ്കിൽ വിസ അടിക്കാൻ കൊടുത്തേക്കണം അല്ലെങ്കിൽ പ്രോസസിംഗ് വർക്ക് നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെറ്റ് ആയിട്ട് ഇരിക്കണവരാണെങ്കിൽ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവുള്ളൂ, നമുക്ക് നേഴ്സായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അത് എന്തായിരിക്കും ആ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്? നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ തന്നെ നേഴ്സായിട്ട് വരുന്ന സമയത്ത് എന്താണ് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ എന്തൊക്കെയാണ് പറയണത്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള പല ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്ലീഗേ ജർമ്മൻ എന്ന് പറയുന്നത് ഒരു നേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യണത്, എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ എന്തൊക്കെയാണ് ജർമ്മനിയിൽ പറയണത്, എങ്ങനെയാണ് ഒരു പേഷ്യന്റ് കെയർ ചെയ്യേണ്ടത്, കാരണം നമുക്കിവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല, നമ്മളാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് കെയർ ചെയ്യേണ്ടി വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ എക്സാം ഉണ്ടാവുന്നത്, അതായത് കെൻഡനീസ് എക്സാം ഉണ്ട്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഡിസീസ് കണ്ടീഷൻസ്, പ്രാക്ടിക്കൽ എക്സാം, ഇങ്ങനെ എല്ലാവിധ കാര്യത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഫ്ലീഗേ ജർമ്മന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യണതായിരിക്കും കേട്ടോ.